നമുക്കെല്ലാവർക്കും ഇരട്ടി മധുരം, ഇരട്ടി സന്തോഷം, ഇരട്ടി മഹത്വത്തിൻ്റെ അനുഭവം പകർന്ന വലിയ ഒരു സംഭവത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇരട്ടി മധുരം, ഇരട്ടി സന്തോഷമെന്ന് പറയുമ്പോൾ പലരും സൂചിപ്പിച്ചതുപോലെ കർദിനാളായിട്ട് നിയുക്തനായിരിക്കുന്ന ഒരു വൈദികൻ ഇന്ന് മെത്രാപ്പൊലീത്തയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. സഭ കുറച്ചുകൂടെ ശക്തിയായിരിക്കുന്നു. കാരണം സഭയുടെ അടിസ്ഥാനമായ സ്ത്രീയന്മാരുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ഒരു തുടർച്ചയാണല്ലോ വൈദികന്മാരുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയിലേക്ക് ഒരാൾ കൂടി ചേർക്കപ്പെടുമ്പോൾ സഭയുടെ അടിത്തറ കൂടുതൽ ബലവത്തായി തീരുകയാണ്. ഇന്ന് സുവിശേഷങ്ങളിൽ വായിച്ചു കേട്ടതുപോലെ രണ്ട് കാര്യങ്ങൾ ഈശോ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഒന്ന്, അചഞ്ചലമായ സ്നേഹം തന്നോട്. മറ്റൊന്ന്, തന്നിലുള്ള വിശ്വാസം. ഇത് രണ്ടിനുമാണ് ഈശോ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. ഈശോയോടുള്ള നമ്മുടെ സ്നേഹം, അതുപോലെ തന്നെ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം, ഇത് രണ്ടുമാണ് സഭയുടെ അടിത്തറയ്ക്ക് ബലം നൽകുന്നത്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്ന കൂവക്കാട്ടച്ഛനെ ഇന്ന് വലിയ കാര്യങ്ങളിൽ നിയമിച്ചാക്കിയിരിക്കുകയാണ്. അഭിമന്യ കൂവക്കാട്ട് പിതാവേ, ഇപ്രകാരം വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ മാത്രം അങ്ങ് ചെറിയ കാര്യങ്ങളിൽ കാണിച്ച വിശ്വസ്തതയ്ക്ക്, അതിൻ്റെ പേരിൽ ദൈവം അങ്ങിൽ ചൊരിഞ്ഞ കൃപയുടെ സമൃദ്ധികൾ, അതിനങ്ങയെ യോഗ്യനാക്കി തീർക്കത്ത രീതിയിൽ അങ്ങ് സ്വയം സമർപ്പിച്ചതിൻ്റെ പേരിൽ അങ്ങയെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും എന്തെല്ലാം നിയോഗങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അങ്ങിൽ ഏറ്റവും സമുചിതമായ രീതിയിൽ നിറവേറും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ സഭയ്ക്കും ഭാരതത്തിനും നമ്മുടെ അതിരൂപതയ്ക്കും തീർച്ചയായിട്ടും ഇത് വലിയ ഒരു സമ്മാനമാണ്. ഈ കർദിനാൾ പദവി കൂടെ സ്വീകരിക്കുമ്പോഴേക്കും സഭയ്ക്കും സമൂഹത്തിനുമായി പൂർണ്ണമായും തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു വലിയ നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് ദൈവത്തിനും ദൈവജനത്തിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിർവഹിക്കുവാൻ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാശംസകൾ.